നിങ്ങൾക്കറിയാമോ, നമുക്ക് മുകളിൽ എല്ലാം കണ്ടുകൊണ്ട് കുറച്ചു പേരുണ്ടെന്ന്. സാധാരണ പറയും പോലെ മുകളിൽ ഒരാളല്ല, ഒന്നിലേറെ പേർ സദാ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്നുമല്ല കേട്ടോ, സാക്ഷാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ചാണ്. അതെ, ഇന്ന് ലോകമെങ്ങും വാർത്തകളിൽ നിറയുന്ന അതേ ബഹിരാകാശ നിലയം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിപ്പോയ ബഹിരാകാശ നിലയം തകർത്ത് തരിപ്പണമാക്കാൻ ഇലോൺ മസ്ക് ഏതാണ്ട് 7035 കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച ബഹിരാകാശ നിലയം പ്രപഞ്ച രഹസ്യം തേടി മനുഷ്യൻ നടത്തുന്ന പരീക്ഷണങ്ങൾക്കും ഭൂമിയുടെ സുരക്ഷ തേടി നടത്തുന്ന നിരീക്ഷണങ്ങൾക്കും ഒരുപോലെ വേദിയാകുന്ന, വരും വർഷങ്ങളിൽ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് ഭസ്മമായി പറക്കാനൊരുങ്ങുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് ISS എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 15 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ബഹിരാകാശ ഏജൻസികളുടെ പങ്കാളിത്തമാണ് ഇത്. നാസയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസുമാണ് ബഹിരാകാശ നിലയത്തിൻ്റെ നടത്തിപ്പുകാരെങ്കിലും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നിവരും ബഹിരാകാശ നിലയത്തിൽ പങ്കാളികളാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ജപ്പാൻ, കാനഡ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്നിവ നൽകിയ ഭാഗങ്ങൾ ചേർന്നതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365 ദിവസവും ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പണിമുടക്കും മഴമുടക്കും വാവും സംക്രാന്തിയും ഓണവും ക്രിസ്മസും വിഷുവും റംസാനും ഒന്നും സ്പേസ് സ്റ്റേഷനിൽ അവധി ദിവസങ്ങളല്ലെന്ന് ചുരുക്കത്തിൽ പറയാം. മണിക്കൂറിൽ 27,600 കിലോമീറ്റർ വേഗതയിലാണ് ഇതിൻ്റെ സഞ്ചാരം. ഒരു ദിവസം 15.54 തവണയാണ് ഇത് നമ്മുടെ ഭൂമിയെ ചുറ്റുന്നത്. വർഷങ്ങളായി വിശ്രമമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ ഈ കൃത്രിമ വസ്തു. എന്താണ് ബഹിരാകാശ നിലയമെന്നും എന്തിനാണ് ബഹിരാകാശ നിലയമെന്നും ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളിൽ ഇപ്പോൾ ഉയരുന്നില്ലേ? അതിനെല്ലാം നമുക്ക് ഉത്തരം തേടും മുമ്പ് ഈ ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനം ഒന്ന് കണ്ടറിഞ്ഞു വരാം. 356 അടി നീളമാണ് ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പത്തോളമുള്ള ഈ നിലയത്തിനുള്ളത്. മീറ്റർ കണക്ക് മാത്രം അറിയാവുന്നവർക്കായി പറഞ്ഞാൽ 109 മീറ്റർ നീളം. ഏകദേശം 4,19,725 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. നിലയത്തിൻ്റെ സോളാർ പാനലുകൾ മാത്രം ഒരേക്കറിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ബഹിരാകാശ യാത്രികർ സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂൾ വഴിയോ റഷ്യൻ സോയൂസ് ക്യാപ്സൂൾ വഴിയോ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്നു. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനറും ഇപ്പോൾ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഇവിടെ എത്തിച്ചു. സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബഹിരാകാശ യാത്രികർ സാധാരണയായി ഏകദേശം 6 മാസത്തെ ദൗത്യ കാലയളവിൽ വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തും. അതിലും കുറഞ്ഞ കാലയളവിൽ ഇവിടം സന്ദർശിച്ച് മടങ്ങുന്നവരുമുണ്ട്. ഈ പറഞ്ഞത് ഇവിടുത്തെ സ്ഥിരം സാന്നിധ്യമായ 7 പേരുടെ സംഘത്തിൻ്റെ ദൗത്യ കാലയളവിനെക്കുറിച്ചാണ്. ഈ സമയം ഗവേഷകർ ഈ നിലയം പരിപാലിക്കുകയും നന്നാക്കുകയും ഒക്കെ ചെയ്യും. ബഹിരാകാശ യാത്രികർ വ്യായാമത്തിനും വ്യക്തിഗത പരിചരണത്തിനുമായി പ്രതിദിനം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ചെലവഴിക്കും. അവരിടയ്ക്കിടയ്ക്ക് ബഹിരാകാശ നടത്തം നടത്തുകയും ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവിടുത്തെ പല വിവരങ്ങളും അവർ നമ്മോട് പങ്കുവയ്ക്കാറുണ്ട്. ഈ നിലയത്തിൽ മനുഷ്യർക്ക് വാസയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് 13,696 ക്യൂബിക് അടിയാണ്. 7 സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ, 2 കുളിമുറികൾ, ഒരു ജിം, ഭൂമിയുടെ 360 ഡിഗ്രി വ്യൂ, ബേ വിൻഡോ തുടങ്ങിയവയാണ് സാധാരണ മനുഷ്യരെ ആദ്യം ആകർഷിക്കുന്ന കാര്യങ്ങൾ. ചെറിയ ബങ്ക് കിടക്കകളാണ് ഇവിടെയുള്ളത്. ഇവിടെ ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതിനാൽ പറന്നു പോകും എന്നതിനാലാണ് ഇത്തരം കിടക്കകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ബഹിരാകാശ യാത്രികർ അവരുടെ ഇഷ്ടാനുസരണം ഒരു ചുവരിൽ തങ്ങളെ തന്നെ ബന്ധിപ്പിച്ചിടുകയോ ചെറിയ സ്ഥലത്ത് സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയോ ചെയ്യാം. 7 പേരടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര ഗവേഷക സംഘമാണ് ഇവിടെ സ്ഥിരമായി ഉണ്ടാവുക. ഒരു നിശ്ചിത സമയത്ത് ഇവർ മാറിവരും. ചില സമയങ്ങളിൽ അംഗസംഖ്യയിൽ മാറ്റങ്ങളും വരാറുണ്ട്. 2009-ൽ 13 ക്രൂ അംഗങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ സ്റ്റേഷനിലെ ഏറ്റവും കൂടിയ അംഗബലം. പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷുമുണ്ട്, പക്ഷേ തുപ്പാൻ കഴിയില്ല. അകത്തേക്ക് ഇറക്കാൻ കഴിയുന്ന പ്രത്യേകതരം പേസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബാത്റൂമിൽ 1ഉം 2ഉം സാധിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. നമുക്കുള്ളതുപോലെ വില കൂടിയതും ആഡംബരം നിറഞ്ഞതുമായ ക്ലോസറ്റും യൂറിനലും ഇവിടെ ഉണ്ടാകണമെന്ന് വാശി പിടിക്കരുത്. കാരണം ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. ആഹാര സാധനങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന അടുക്കളയും ഇതിനുണ്ട്. എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചില്ലെങ്കിൽ അവിടെ പറന്നങ്ങനെ നടക്കും.
വെള്ളം കുടിയും മൂത്രമൊഴുപ്പുമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൂത്രം ശുദ്ധീകരിച്ച് കുടിക്കാനുള്ള വെള്ളം സൃഷ്ടിക്കുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി. നോക്കണം, ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഗവേഷകർ എങ്ങനെയാണ് തങ്ങളുടെ ദാഹം അകറ്റുന്നതെന്ന്. ഈ ബഹിരാകാശ നിലയം ഭൂമിയെ ഏകദേശം 402 കിലോമീറ്റർ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിക്രമണപാത ഭൂമിയുടെ ജനസംഖ്യയുടെ 90% ഉൾക്കൊള്ളുന്നുണ്ട്. സന്ധ്യാസമയത്തും പ്രഭാതങ്ങളിലും ഭൂമിയിൽ നിന്നുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. എന്ന് പറയുമ്പോൾ എപ്പോഴുമല്ല കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തിന് മുകളിൽ ഈ നിലയം എത്തുന്നത് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ പുലർകാലത്തോ ആണെങ്കിൽ നിങ്ങൾക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം എന്ന് മാത്രം. അത് മുൻകൂട്ടി അറിയാനും ഒരു മാർഗമുണ്ട്. spot.the-station.nasa.gov എന്ന സൈറ്റിലൂടെ സ്പേസ് സ്റ്റേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ആരോഗ്യത്തിനായുള്ള ദീർഘകാല ഗവേഷണത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ നിലയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബഹിരാകാശത്തും അന്യഗ്രഹങ്ങളിലും എത്തിച്ചേരുന്ന മനുഷ്യരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഈ നിലയം സഹായിക്കും. അത്ര എളുപ്പമല്ല ഈ നിലയത്തിലെ ജീവിതം. കിഡ്നി സ്റ്റോൺ മുതൽ അസ്ഥികളുടെ നാശവും ക്യാൻസർ വരെ പിടിക്കാനുള്ള സാധ്യതയും ബഹിരാകാശത്ത് വളരെ കൂടുതലാണ്. നിലവിൽ സുനിത വില്യംസ് ഈ അവസ്ഥ നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബഹിരാകാശ യാത്രികർ അനുഭവിക്കുന്ന സുപ്രധാനമായ മാറ്റങ്ങളിലൊന്നാണ് മൈക്രോ ഗ്രാവിറ്റിയിലെ ദ്രാവക പുനർവിതരണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ ദ്രാവകങ്ങൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് മാറുന്നു. ഇത് മുഖത്തെ വീക്കത്തിന് കാരണമാകുന്നുണ്ട്. ഇതോടെ കൈകാലുകളിലെ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ വരെ ബാധിക്കുകയും ചെയ്യാം. ദ്രാവക വിതരണത്തിലെ മാറ്റങ്ങൾ മൂത്രാശയ വ്യവസ്ഥയെ ബാധിക്കും. ചില ബഹിരാകാശ സഞ്ചാരികൾ മൂത്രത്തിൽ കാൽസ്യത്തിൻ്റെ ഉയർന്ന സാന്ദ്രത കാരണം വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. മൈക്രോ ഗ്രാവിറ്റി അസ്ഥികളെയും ഗുരുതരമായി ബാധിക്കും. ശരീരത്തിൻ്റെ താഴത്തെ പേശികളെയും പുറകിലത്തെ പേശികളെയുമാണ് ഇത് ബാധിക്കുക. ഗുരുത്വാകർഷണ ബലമില്ലാത്തതിനാൽ ഈ അസ്ഥികൾക്ക് ശരീരത്തിൻ്റെ ഭാരത്തെ താങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനൊപ്പം അസ്ഥികളുടെ സാന്ദ്രതയും കുറയുന്നു. നീണ്ട ദൗത്യങ്ങളിൽ ബഹിരാകാശ സഞ്ചാരികൾക്ക് പെൽവിസ്, നട്ടെല്ല്, തുടയെല്ല് തുടങ്ങിയ ഭാരം വഹിക്കുന്ന അസ്ഥികളിൽ പ്രതിമാസം അസ്ഥിപിണ്ഡത്തിൻ്റെ 1 മുതൽ 2% വരെ നഷ്ടപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരുടെ മറ്റൊരു ദീർഘകാല ആരോഗ്യ പ്രശ്നമാണ് കാഴ്ചവൈകല്യം. ചില ബഹിരാകാശ സഞ്ചാരികൾ കാഴ്ചവൈകല്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലച്ചോറിലെയും കണ്ണുകളിലെയും ഇൻട്രാക്രീനിയർ മർദ്ദത്തിലും ദ്രാവക വിതരണത്തിലും വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാഴ്ചവൈകല്യം ഉണ്ടാകുന്നത്. ബഹിരാകാശ സഞ്ചാരികൾ ഉയർന്ന തോതിലുള്ള വികിരണത്തിന് വിധേയരാകുന്നുണ്ട്. ഗാലക്സി കോസ്മിക് കിരണങ്ങളും സൗരകണിക സംഭവങ്ങളും DNA നാശത്തിനും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന് ബഹിരാകാശ ഏജൻസികൾ ദൗത്യങ്ങൾക്കിടയിലും ശേഷവും കർശനമായ വ്യായാമ വ്യവസ്ഥകൾ, പോഷകാഹാര നിരീക്ഷണം, മെഡിക്കൽ നിരീക്ഷണം എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന തിരിച്ചറിവോടെ തന്നെയാണ് സഞ്ചാരികൾ ബഹിരാകാശ യാത്രകൾക്ക് സന്നദ്ധരാകുന്നത്. ബഹിരാകാശ യാത്രികർക്ക് ഈ നിലയത്തിൽ പരിമിതമായ ഒഴിവു സമയങ്ങളേ ഉള്ളൂ. പക്ഷേ ആ സമയം അവർ ജനാലയിലൂടെ ഭൂമിയിലേക്കും പ്രപഞ്ച സത്യങ്ങളുടെ ഗർഭം പേറി അനന്തമായി കിടക്കുന്ന ബഹിരാകാശത്തേക്കും നോക്കിയിരിക്കും. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ സംസാരിക്കും. ചിത്രങ്ങൾ പകർത്തുകയും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും. ഇത്രയേറെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ നിലയത്തിൽ ആളുകൾ തുടരുന്നത് എന്ന് സ്വാഭാവികമായും തോന്നാം. ഭൂമിയെ നിരീക്ഷിക്കാനും ബഹിരാകാശ പരീക്ഷണങ്ങൾക്കും ഇതിലും നല്ലൊരു മാർഗമില്ല എന്ന് തന്നെയാണ് അതിന് ഏറ്റവും ലളിതമായ ഉത്തരം. മനുഷ്യൻ ബഹിരാകാശത്ത് നേടിയ വിജയങ്ങളിലെല്ലാം ഈ നിലയത്തിലെ ഗവേഷകരുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ സംഭാവനകളുണ്ട് എന്നതാണ് സത്യം. ഇനി നമുക്ക് ഈ നിലയത്തിൻ്റെ ചരിത്രം അല്പം അറിഞ്ഞു വരാം. സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപകാലത്ത് ബഹിരാകാശത്ത് സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു മേധാവിത്വം ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ സല്യൂട്ട്, മിർ എന്നീ ബഹിരാകാശ നിലയങ്ങൾക്ക് ബദലായി നാസ ബഹിരാകാശ നിലയം ഫ്രീഡം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെയും ശീതസമരത്തിൻ്റെയും അവസാനത്തോടെ ആ പദ്ധതി നാസയും ഉപേക്ഷിച്ചു. എന്നാൽ 1990കളിൽ ഒരു യഥാർത്ഥ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന ആശയം അമേരിക്ക തങ്ങളുടെ അന്താരാഷ്ട്ര പങ്കാളികളുമായി പങ്കുവച്ചു. 1993ൽ ബഹിരാകാശ നിലയം ആൽഫ എന്ന പേരിൽ ഈ പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനമുണ്ടായി. ഇന്ന് നാം കാണുന്ന ബഹിരാകാശ നിലയം പല ഭാഗങ്ങളായി ബഹിരാകാശത്ത് എത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ഉണ്ടായത്. 1998 നവംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യ ഭാഗമായ സ്വാര്യ റഷ്യൻ റോക്കറ്റായ പ്രോട്ടോൺ ഭ്രമണപഥത്തിൽ എത്തിച്ചു. മറ്റ് 2 ഭാഗങ്ങളായ യൂണിറ്റിയും സെസ്ഡയും വ്യത്യസ്ത വിക്ഷേപണങ്ങളിലൂടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും സ്വാര്യയുടെ മുകളിലും താഴെയുമായി ഘടിപ്പിക്കുകയും ചെയ്തു. ബഹിരാകാശ നിലയം 1998ൽ വിക്ഷേപിക്കുമ്പോൾ 15 വർഷം വരെ പ്രവർത്തിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് പലതവണ നിലയത്തിൻ്റെ കാലപരിധി നീട്ടി.
ഒടുവിൽ 2030 വരെ പ്രവർത്തനം തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. റഷ്യ ഇതിനോടകം നിലയത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിന് പ്രായമേറുന്നതിന്റെ ലക്ഷണമായി ചില വിള്ളലുകൾ കണ്ടെത്തിയതായി ഒരു റഷ്യൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2030 വരെ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നിലയത്തിനുണ്ടെന്നും അതുവരെ പ്രവർത്തനം തുടരാനുമാണ് നാസയുടെ പദ്ധതി. നാം ഇന്ന് കാണുന്ന ഈ നിലയം ഇനി വളരെ കുറച്ച് നാളുകൾ കൂടി മാത്രമാണ് ഉണ്ടാവുക. 2024 ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പിന്മാറുമെന്ന് റഷ്യ 2002 ജൂലൈയിൽ പ്രഖ്യാപിച്ചു. 2028 പുതിയ റഷ്യൻ ഓർബിറ്റൽ ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്നതാണ് റോസ്കോസ്മോസ് ലക്ഷ്യമിടുന്നത്. 2031 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാറിലെത്തുകയും ചെയ്തു. $84.3 കോടി അതായത് ഏകദേശം 7035 കോടി രൂപയുടെ കരാറാണ് സ്പേസ് എക്സിന് ഇതിനായി നൽകിയിരിക്കുന്നത്. ബഹിരാകാശ നിലയത്തെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കുന്നതിനും ഭൗമാന്തരീക്ഷത്തിൽ ഇടിച്ചിറക്കുന്നതിനും വേണ്ടിയുള്ള ബഹിരാകാശ പേടകം വികസിപ്പിക്കുകയാണ് സ്പേസ് എക്സിന്റെ ചുമതല. സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന പേടകത്തിന്റെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും നാസയ്ക്കായിരിക്കും. 2030 അവസാനത്തിലാകും സ്പേസ് എക്സിന്റെ പേടകം വിക്ഷേപിക്കുക. ബഹിരാകാശ നിലയത്തെ സ്പേസ് എക്സ് പേടകം ഭ്രമണപഥത്തിൽ നിന്ന് വലിച്ചു മാറ്റും. ശേഷം സ്പേസ് എക്സ് പേടകവും ബഹിരാകാശ നിലയവും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇടിച്ചിറക്കും. ഈ അവശിഷ്ടങ്ങൾ പസഫിക് സമുദ്രത്തിൽ പോയിന്റ് നീമോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വന്ന് വീഴുമെന്നാണ് കണക്കാക്കുന്നത്. കരയിൽ നിന്ന് 2700 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ സമുദ്രഭാഗം ബഹിരാകാശ ശ്മശാനം എന്നാണ് അറിയപ്പെടുന്നത്. പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും മറ്റ് മനുഷ്യനിർമ്മിത ബഹിരാകാശ അവശിഷ്ടങ്ങളും വന്ന് പതിക്കാറുള്ളത് ഇവിടെയാണ്. ഇനിയുള്ള നാളുകൾ ഈ നിലയത്തിൻ്റെ അവസാനത്തിലേക്കുള്ള ഭ്രമണമാണ്. ഈ നിലയം ഇല്ലാതായാൽ എല്ലാത്തിനും അവസാനമായി എന്ന് കരുതരുത്, മറിച്ച് അതൊരു തുടക്കമാകും. ബഹിരാകാശത്ത് സ്വന്തം നിലയങ്ങൾ നിർമ്മിക്കാൻ വൻ ശക്തികൾ മത്സരിക്കും. നിലവിൽ ചൈനയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയമുണ്ട്. റഷ്യയും ഈ പതിറ്റാണ്ടിൽ തന്നെ സ്വന്തം നിലയം യാഥാർത്ഥ്യമാക്കും. ഈ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് പിന്നാലെ അമേരിക്കൻ നിലയവും എത്താതിരിക്കില്ല. ഇനിയുള്ള യുദ്ധങ്ങളും വെല്ലുവിളികളും ബഹിരാകാശ നിലയങ്ങളിൽ നിന്നും ആകാതിരിക്കട്ടെ. കാരണം മനുഷ്യൻ എത്ര ഉയരങ്ങളിൽ കൂടുകൂട്ടിയാലും പറന്നിറങ്ങി വിശ്രമിക്കാൻ ഈ ഭൂമിയും ഇവിടുത്തെ മനുഷ്യരും നിലനിൽക്കണം. ശാസ്ത്രം മനുഷ്യനന്മയ്ക്ക് മാത്രമായിരിക്കും എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.